പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അങ്ങനെ ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട മനുഷ്യരായി തീരാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് സുവിശേഷം പറയണേ. ആത്മാവിനാൽ ജനിച്ചവരായ മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ പറ്റുള്ളൂ. കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് വേണം അവിടുത്തെ ആത്മാവിലുള്ള ജനനത്തിലേക്ക് പ്രവേശിക്കാനെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മളോട് പറയും. പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2-ാമത്തെ സങ്കീർത്തനമാണ്, കർത്താവെ അങ്ങിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ അങ്ങിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നിൽ ശരണം വയ്ക്കുന്നവർക്ക് ആത്മാവിലുള്ള ജനനം കിട്ടും. ഒന്നാമത്തെ വായന കൃത്യമായിട്ട് നമ്മളോടത് പറഞ്ഞു തരുന്നുണ്ട്. അവരെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ കർത്താവെ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. എന്തൊരു പ്രാർത്ഥനയാണ്! നമ്മൾ ഈ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുമ്പോൾ, അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിക്കുമ്പോൾ, തലവേദന മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവർ പറയണത്, കർത്താവെ അവിടുത്തെ ദാസനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശാന്തികൾ സംഭവിക്കാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഏറ്റവും വലിയ പ്രാർത്ഥനയല്ലേ അവിടുത്തെ വചനം ധൈര്യത്തോടെ പ്രസംഗിക്കാൻ. വലിയ പീഡനങ്ങളുടെ നടുവിൽ കിടന്നവർ കഷ്ടപ്പെടുന്ന സമയമാണ് അവർ പ്രാർത്ഥിക്കുന്നത്, ധൈര്യത്തോടെ വചനം പ്രസംഗിക്കാൻ വേണ്ട ശക്തി തരണേ. ഇങ്ങനെ അവിടുത്തെ കരുണയിലേക്ക്, അവിടുത്തെ വലിയ സ്നേഹത്തിലേക്ക്, ശക്തിയിലേക്ക് ശരണം വെച്ച് ജീവിതം ഇങ്ങനെ ശരണപ്പെട്ട് മുഴുവൻ സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കാണണം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ആത്മാവിൽ ജനിക്കണമെന്ന് കർത്താവ് പറയുന്നു. ആത്മാവിൽ ജനിക്കാനായിട്ട് നിങ്ങൾ കർത്താവിൽ ശരണം വയ്ക്കുവിൻ. ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പ്രതിവചന സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ശരണം വെച്ച് കഴിയുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കണ്ടേ. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കർത്താവ് എനിക്ക് ഭാഷാവരം തരണമേ എന്നല്ല, എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് കാണാനായിട്ടുള്ള ശക്തി തരണേ. പരിശുദ്ധാത്മാവിനെ വിലക്ക് വാങ്ങാൻ നോക്കല്ലേ. പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കല്ലേ. അതിങ്ങനെ മരണത്തിൽ കലാശിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. അവിടുത്തെ ആത്മാവിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് പണി കിട്ടും. പേടിപ്പിക്കണമെന്നല്ല കേട്ടോ, അത് അത്രയ്ക്ക് അവഹേളിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനെ, സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അപമാനിക്കുന്നതിന് തുല്യം അത്. എനിക്ക് മറ്റുള്ളവരുടെ മനസ്സറിയാൻ പറ്റണം, അവരുടെ ചിന്തകൾ വായിക്കാൻ പറ്റണം, അവരോട് പ്രവചനങ്ങൾ നടത്താൻ പറ്റണം. ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് കാര്യം. അവർ പറയണ പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. കർത്താവെ അവിടുത്തെ വചനം ധൈര്യത്തോടെ, പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ ആത്മാവിനെ തരണമേ. ആത്മാവിനാൽ നയിക്കപ്പെട്ടവരായി പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവരായി ഞങ്ങൾ മാറട്ടെ. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങാകുന്ന സുവിശേഷം പ്രസംഗിക്കാൻ, വെട്ടിമാറ്റപ്പെടാമായിരുന്ന ജീവിതത്തെ വീണ്ടും കർത്താവ് തന്നിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കാനാണ്. അതിൽ നിന്നും പുറപ്പെടുവിക്കേണ്ട ഫലം വേറൊന്നുമല്ല, യേശു ക്രിസ്തു എന്നുള്ള ആ ഫലം തന്നെയാണ്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സുവിശേഷം, ഏറ്റവും നല്ല ഫലം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. അവിടുത്തെ ആത്മാവിനെ കൊണ്ട് നിറച്ച് ഞങ്ങളെ ആശീർവദിച്ച്
ക്രിസ്തുവാകുന്ന ഫലം ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന പാകത്തിൽ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ എന്ന്, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ വിളിച്ചു പറയാനുള്ള പരിശുദ്ധാത്മാ പൂരണത്തിനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം, ഏറ്റവും വലിയ അനുഗ്രഹമായ ആത്മാവിനെ തന്നെ ലഭിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടെ കാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകരുണയുടെ ഞായറാഴ്ചയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ അടുത്ത ദിവസത്തെ ധ്യാനചിന്തയുമായിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരുണയിലേക്ക് തന്നെ ചേർത്ത് വെച്ച് ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ജീവിതം മുഴുവൻ ആ കരുണയിലേക്ക് ചേർത്ത് വെച്ച് ഒരുമിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ എന്നെ തന്നെ സമർപ്പിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ നിരാശകളെ, അജ്ഞതകളെ, നമ്മുടെ ഇടർച്ചകളെ, നമ്മുടെ തെറ്റിദ്ധാരണകളെ, നമ്മുടെ പ്രത്യാശയില്ലായ്മയൊക്കെ സമർപ്പിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ